പുട്ടിന് പഴം, പുട്ടിന് കടല, പുട്ടിന് ചിക്കൻ, മട്ടൻ, ബീഫ് ഈ വക കോമ്പിനേഷൻ ഒന്നും വേണ്ട ഒരു കാലിച്ചായയുടെ ഒപ്പാണേലും മൂപ്പര് സെറ്റാ. അപ്പോൾ അതിനായി ഒരു ഗ്ലാസ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മുറി ചിരവിയ തേങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്താൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ പുട്ടുപൊടി എടുത്ത ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ പുട്ടുപൊടിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. സോ ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുത്ത് ഇനി ഇത് ഇഡലിച്ചെമ്പിൽ ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പുട്ടപ്പമൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ച് കഴിച്ചാൽ മതി. സത്യം പറഞ്ഞ പുട്ടിനേക്കാൾ ടേസ്റ്റാണ് നമ്മുടെ ഈ പുട്ടപ്പം. അപ്പോൾ എങ്ങനെയാ പുട്ടുപൊടിയൊക്കെ വീട്ടിലിരിക്കേണ്ട ഒന്ന് ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.